തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആദ്യഘട്ട വോട്ടെടുപ്പ് നാളെ. നിശബ്ദ പ്രചരണത്തിൽ അവസാന ഘട്ടത്തിൽ വോട്ടുറപ്പിക്കാൻ മുന്നണികളും സ്ഥാനാർത്ഥികളും രംഗത്ത്. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള 7 ജില്ലകളിലാണ് നാളെ ആദ്യഘട്ട വോട്ടെടുപ്പ് നടക്കുന്നത്. വികസനത്തിന്റെ തേര് കളിക്കാൻ കാലം കരുതി വെച്ച നന്മയുടെ നേരടയാളം കടന്നു വരുന്നു. പ്രിയപ്പെട്ടവരെ, ആവേശത്തോടെ കൊട്ടിക്കലാശത്തിന് സമാപനം. നിശബ്ദ പ്രചരണ ദിവസവും വോട്ടുറപ്പിക്കാനുള്ള ശ്രമത്തിലാണ് മുന്നണികളും സ്ഥാനാർത്ഥികളും. തിരുവനന്തപുരത്ത് മന്ത്രി വി ശിവൻകുട്ടി ശാസ്തമംഗലത്തെ ഇടതു സ്ഥാനാർത്ഥി അമൃതയ്ക്കായി രംഗത്തിറങ്ങി. വീടുകൾ തോറും കയറി വോട്ട് അഭ്യർത്ഥിച്ചു. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള 7 ജില്ലകളിലാണ് നാളെ ആദ്യഘട്ട വോട്ടെടുപ്പ് നടക്കുന്നത്. 3 കോർപ്പറേഷൻ, 39 മുനിസിപ്പാലിറ്റി, 7 ജില്ലാ പഞ്ചായത്ത്, 75 ബ്ലോക്ക് പഞ്ചായത്ത്, 471 ഗ്രാമപഞ്ചായത്ത് എന്നിവിടങ്ങളിലാണ് ആദ്യഘട്ടത്തിൽ ജനങ്ങൾ വിധിയെഴുതുക. 2 ഘട്ടങ്ങളിലായി 75,633 പേരാണ് മത്സരരംഗത്തുള്ളത്. 23,576 വാർഡുകളിലേക്കാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. പോളിംഗ് സാമഗ്രികളുടെയും EVM മെഷീനുകളുടെയും വിതരണം നടന്നു. എല്ലാ ക്രമീകരണങ്ങളും സജ്ജീകരിച്ചെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാൻ പറഞ്ഞു. സംസ്ഥാനത്ത് ആകെ 33,711 പോളിംഗ് സ്റ്റേഷനുകളാണ് തയ്യാറാക്കിയിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് ഫേസിൽ 15,432 എണ്ണവും സെക്കൻഡ് ഫേസിൽ 18,279 എണ്ണവുമാണ് പോളിംഗ് സ്റ്റേഷനുകൾ ക്രമീകരിച്ചിട്ടുള്ളത്. എല്ലാ പോളിംഗ് സ്റ്റേഷനിലും ആവശ്യമായിട്ടുള്ള അഡിക്വേറ്റ് മിനിമം ഫെസിലിറ്റീസ്, വൈദ്യുതി, കുടിവെള്ളം, വിശ്രമിക്കാനുള്ള സൗകര്യം, റാമ്പ്, ക്യൂ നിൽക്കുന്നതിനും ക്യൂവിൽ വളരെ കൂടുതൽ നേരം നിൽക്കേണ്ടി വരികയാണെങ്കിൽ ഇരിക്കുന്നതിനും ആവശ്യമുള്ളവർക്ക് ഇരിക്കുന്നതിനുമുള്ള സൗകര്യം എല്ലാം ഏർപ്പെടുത്തിയിട്ടുണ്ട്. വളരെ കൂടുതൽ പോളിംഗ് സ്റ്റേഷൻസ് ക്രമീകരിച്ചിട്ടുള്ള സ്കൂളുകളിലാണ്. സ്കൂൾ ബിൽഡിങ്സും അതേപോലെ തന്നെ അംഗൻവാടി ബിൽഡിങ്സും ഒക്കെ ഈ പോളിംഗ് സ്റ്റേഷന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. പ്രാദേശിക വിഷയങ്ങൾ മുതൽ ദേശീയ വിഷയങ്ങൾ വരെ തെരഞ്ഞെടുപ്പിൽ ചർച്ചയായി. വിജയപ്രതീക്ഷയിലാണ് മുന്നണികൾ. സ്ഥാനാർത്ഥി നിർണ്ണയത്തിലെ സൂക്ഷ്മതയും ചിട്ടയായ പ്രവർത്തനവും ഒന്നാം പിണറായി സർക്കാരിൻ്റെയും രണ്ടാം പിണറായി സർക്കാരിൻ്റെ വികസന നേട്ടങ്ങളും ക്ഷേമപ്രവർത്തനങ്ങളും ഒട്ടാകുമെന്ന പ്രതീക്ഷയിലാണ് LDF. ശക്തമായി തിരിച്ചുവരുമെന്ന പ്രതീക്ഷ UDFും പങ്കുവയ്ക്കുന്നു. തിരുവനന്തപുരത്തടക്കം BJPയും മത്സരരംഗത്ത് സജീവമാണ്. നിർമ്മൽ ചക്രവർത്തി, കൈരളി ന്യൂസ്, തിരുവനന്തപുരം.